ഇറ്റ്സ് മീ മാറ്റ് സിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എ ടൂൾസിൻ്റെ സഹായത്തോടെ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമാണ്. അയാളുടെ ജയിൽ ചാട്ടം വളരെ വിദഗ്ധമായ ഒരു വർഷങ്ങളെടുത്തുള്ള പ്ലാനാണ്. അതിനായി ആദ്യം അയാൾ തനിക്ക് അരിയാഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ആയതിനാൽ 3 നേരം ചപ്പാത്തി കഴിക്കാൻ സാധിക്കുള്ളൂവെന്നും ഡോക്ടറിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങുന്നു. டாக்டர், எனக்கு சோறு சாப்பிட முடியாது, சப்பாத்தி தான் சாப்பிட முடியும். அதற்காக நீங்கள் மெடிக்கல் ரிப்போர்ட் கொடுங்க. അതോടെ ശരീരഭാരം ഗണ്യമായി കുറയുകയും താൻ സെല്ല് മുറിച്ചുണ്ടാക്കുന്ന ഭാഗത്തുകൂടെ പുറത്തു കടക്കാൻ കഴിയുമെന്നും ഉറപ്പുവരുത്തുന്നു. ശേഷം ജയിൽ മെയിൻ്റനൻസ് വർക്കിന് വന്ന കാർപ്പൻ്റർമാരിൽ നിന്നും അവരറിയാതെ ഒരു ഹാക്സോ ബ്ലേഡ് കൈക്കലാക്കുന്നു. അതിനുശേഷം കുറേശ്ശെ ലഭിക്കുന്ന ഉപ്പ് തടവി ജയിൽ കമ്പികളെ തുരുമ്പ് പിടിപ്പിക്കുന്നു. ഓരോ ദിവസവും താൻ ഉറങ്ങിയെന്ന് പോലീസുകാരെ ബോധിപ്പിച്ചതിന് ശേഷം സഹതടവുകാരൻ്റെ അറിവോടെ ഉപ്പ് തടവി തുരുമ്പിക്കുന്ന കമ്പി ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ചു തുടങ്ങുന്നു. മുറിക്കുന്ന ഭാഗം പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ തൻ്റെ സെല്ലിൽ എലിയുടെ ശല്യമുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരിൽ നിന്നും കോട്ടൺ തുണി കൈക്കലാക്കുന്നു. മുറിക്കുന്ന ഭാഗം ആ തുണി കൊണ്ട് മറച്ചു വയ്ക്കുന്നു. ഇതിനോടകം മാസങ്ങളോളം ചപ്പാത്തി മാത്രം കഴിച്ചിരുന്ന അയാൾ ഒരു ചെറിയ ദ്വാരത്തിലൂടെ കടന്നു പോകാൻ കഴിയും വിധം തൻ്റെ ശരീരത്തെ പാകപ്പെടുത്തിയിരുന്നു. അയാൾ ഓരോ ദിവസവും കമ്പി മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ആ രാത്രി 10ാം ബ്ലോക്കിൽ സെൽ നമ്പർ 42-ൽ 3 പോലീസുകാരടങ്ങുന്ന സംഘം പരിശോധന കഴിഞ്ഞ് മടങ്ങുന്നു. പോലീസുകാർ മടങ്ങിപ്പോയി എന്ന് ഉറപ്പുവരുത്തിയ ചാമി മുറിച്ചുവെച്ച അടികൾക്കിടയിലൂടെ ഊഴ്ന്നിറങ്ങി ശേഷം ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. മതിലിനോട് ചേർന്നുണ്ടായിരുന്ന ബാരൽ എടുത്തുവെച്ച് അതിൽ കയറി നിന്ന് കയ്യിൽ കരുതിയ തുണി ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി വള്ളിയുണ്ടാക്കുന്നു. ആ വള്ളിയിൽ പിടിച്ച് മതിൽ ചാടി രക്ഷപ്പെടുന്നു. പുറത്തിറങ്ങിയുടനെ ചാമി ഡ്രസ്സ് മാറി മറ്റൊരു വേഷത്തിൽ നടന്നു പോകുന്നു. ലുക്കൌട്ട് നോട്ടീസ് കണ്ട് സംശയം തോന്നിയ ഒരു വ്യക്തി പോലീസിനെ വിവരം അറിയിക്കുകയും തന്നെ നാട്ടുകാർ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ചാമി പരിഭ്രാന്തരായ ജനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒരു വീട്ടുവളപ്പിലെ കിണറ്റിൽ അഭയം പ്രാപിക്കുകയും ശേഷം സംഘടനത്തിനൊടുവിൽ പോലീസ് കീഴ്പ്പെടുത്തുകയും പിടിക്കപ്പെട്ട ഗോവിന്ദച്ചാമിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഇരുചേരികളായി തിരിഞ്ഞ് പല രീതിയിൽ ഈ ജയിൽ ചാട്ടം ചർച്ച ചെയ്യപ്പെട്ടു. ഒറ്റക്കയ്യനായ ഒരാൾക്ക് പരസഹായം കൂടാതെ ജയിൽ ചാടാനാവില്ലെന്നും കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ട ഇതിനു പിന്നിലുണ്ടെന്നും ആളൂരിനെ പോലൊരു വക്കീലിനെ വെച്ച് മരണക്കയർ ജീവപര്യന്തമാക്കാൻ ഇവന് ഒത്താശയുണ്ടെന്നും ഒരു വിഭാഗം. എന്നാൽ ഒരു സ്ത്രീയെ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന അവൻ ഇതിനപ്പുറം കഴിയുമെന്നും ജയിൽ ചാടാൻ ആരും സഹായിക്കേണ്ടതില്ല എന്നും അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ജയിൽ ചാടിയ ചാമി എങ്ങനെ കിണറ്റിലിറങ്ങിയെന്നും മാത്രമല്ല തമിഴ്നാട്ടിലായിരുന്ന കാലത്ത് ഒരിക്കൽ ഒരു സ്ത്രീയുടെ മാല ബൈക്കിൽ വന്നാക്രമിച്ച് പൊട്ടിച്ചുകൊണ്ട് അതിവേഗത്തിൽ മുന്നോട്ട് പോയ ചാമി നിയന്ത്രണം വിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ട വണ്ടി ഓപ്പോസിറ്റ് വരുന്ന ലോറിയിൽ ഇടിക്കുമെന്നായപ്പോൾ അതിവേഗത്തിൽ കറങ്ങുന്ന ചക്രത്തിനിടയിലേക്ക് തൻ്റെ ഇടം കൈപ്പത്തി കടത്തി വണ്ടി നിർത്തി രക്ഷപ്പെടുകയാണുണ്ടായത്. അന്ന് സ്വന്തം കൈപ്പത്തി നഷ്ടപ്പെടുത്തി ആ വേദന മുഴുവൻ സഹിച്ച ഇവനൊരു മൃഗമാണെന്നും ഇവൻ ഇതിനപ്പുറം കഴിയുമെന്നും മറ്റൊരു വിഭാഗം കൂട്ടിച്ചേർത്തു. അതെന്തു തന്നെ ആയാലും നിലവിലുള്ള ജീവപര്യന്തത്തിൻ്റെ കൂടെ ഇപ്പോഴുള്ള ജയിൽ ചാട്ടവും കൂട്ടിച്ചേർത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. ഈ ആർട്ടിക്കിളിൽ നിങ്ങൾക്കായി 2 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഭാഗ്യശാലികളായ ആളുകൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. വിജയിയെ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. വീണ്ടും കാണും വരെ നന്ദി.